ആരാണോ പൈസ ഉണ്ടാക്കുന്നത്, പ്രവാസികളായിട്ടുള്ള വ്യക്തികൾ പ്രവാസികൾ ഉണ്ടാക്കിയ പൈസ, അത് ഭൂമിയായാലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും എന്തായെങ്കിലും നമ്മുടെ കയ്യിലായിരിക്കണം വെക്കേണ്ടത്. അത് നാട്ടിൽ ഭാര്യയുടെയോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സഹോദരൻ്റെ പേരിലല്ല വെക്കേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പേരിൽ വെക്കണം. അതിനോടൊപ്പം നോമിനി കൊടുത്തിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിത് പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അതേസമയം ഇതിന് ഘടകവിരുദ്ധമായ അനുഭവങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ ഈയിടെ ഒരു സഹോദരൻ മരിച്ചിട്ട് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. സഹോദരൻ മരിച്ചു, സാമൂഹ്യ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി നാട്ടിലേക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഭാര്യയിൽ നിന്ന് ഒരു അഫിഡവിറ്റ് കിട്ടേണ്ടതുണ്ട് ഡെഡ് ബോഡി അയക്കാൻ വേണ്ടിയിട്ട്. അതിന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞ് ഡെഡ് ബോഡി ഇങ്ങോട്ട് അയക്കണ്ട, അദ്ദേഹത്തിന് കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശികയും ഇൻഷുറൻസ് തുകയും കളക്ട് ചെയ്ത് ഇങ്ങോട്ട് അയച്ചാൽ മതി എന്നും പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞതും പ്രവാസിയുടെ ഭാര്യമാരെ പറ്റിയാണ്. ഈ പറയുന്ന അപൂർവമായിട്ടുള്ള അനുഭവവും പ്രവാസികളുടെ ഭാര്യമാരുടേതാണ്. ബഡ്ജറ്റിനോടൊപ്പം നമുക്കുണ്ടാവേണ്ട മറ്റൊരു കാര്യം, ഇതിൽ അമിതവ്യയം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ചെയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരും അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ചെയ്യാറില്ല അല്ലേ? ആരും ചെയ്യാറില്ലല്ലോ. ആ, എന്താ ചെയ്യാറുള്ളത്? ഫോൺ വിളിക്കുക. ഓക്കെ, ആ, അത് എൻഗേജ് ചെയ്തുകൊണ്ടാണ്. ഇത് ഇദ്ദേഹത്തിന് മാത്രം പറയുന്ന കാര്യമാണ്. സ്കൈപ്പില് അയാൾക്ക് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പൈസ ചെലവാക്കാതെ ടെലിഫോൺ ചെയ്യാവുന്ന വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, വഴി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ അവകാശപ്പെട്ടത് എന്താ പേര്? അബ്ദുൽ ജലീൽ ഒഴികെ എല്ലാവരും. ആ, ഒരാളും കൊണ്ടിട്ട് ടെലിഫോൺ തന്നെയാണോ? പിന്നെന്താണ്? കള്ളുടി. ആ, ഇതിലിടയ്ക്ക് ഞാൻ തന്നെ മറന്നുപോയി. കൈ പൊന്തിച്ചു എന്നുള്ള കാര്യം ഞാൻ തന്നെ മറന്നുപോയി. ഇവിടെ 3 ആളുണ്ടായിരുന്നു. ആരൊന്ന് കാണട്ടെ, ഒന്ന് ഇങ്ങോട്ട് വരും. ഇവിടെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. മദ്യത്തിന്റെ കാര്യം പേര് പറയുമ്പോഴേക്ക് കൈ ഉയർത്തി 2-3 ആളുണ്ടായിരുന്നു. ആരായിരുന്നു വേറെ? ഇവിടെ ആരും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരാളും കൊണ്ടുണ്ടായിരുന്നു. എന്താ പേര്? തോമസ് തൃശ്ശൂരാണോ? പത്തനംതിട്ട. ഇത് അത്ര അമിതമായിട്ടൊന്ന് മാസത്തിൽ ഒരിക്കലേ ചെയ്യുന്നത്, 1-2 അല്ല, അല്ലാണ്ട് അത് ഓക്കെ. ഇത് അദ്ദേഹം അതിലൊക്കെ കൺട്രോൾ വരുത്തും. വല്ലപ്പോഴും ഒന്ന് ചെയ്യുന്നുള്ളൂ, അതിലും കൺട്രോൾ വരുത്തും. തോമസിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. അവിടെ പോയി. ഇപ്പം നിങ്ങളിവിടെ അദ്ദേഹത്തിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാണ്. അദ്ദേഹം മാസത്തിൽ ഒരിക്കൽ 2 പ്രാവശ്യമോ വല്ലപ്പോഴും ഒന്ന് ചെയ്യുന്നതെങ്കിലും അതൊരു സത്യം തുറന്നു പറഞ്ഞു. അത് അനാവശ്യം, മദ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊരു അനാവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യണം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ഇനി ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ പ്രഖ്യാപിച്ചത്, സഹോദരികളടക്കം പ്രഖ്യാപിച്ചത്, അമിതമായ ചെലവുകൾ ആരും ചെയ്യാറില്ല എന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചെലവ് ഇതിനെ വിശകലനം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ആരാ വിശകലനം നോക്കിയുള്ള? നമ്മൾ ചെലവ് ചെയ്യുന്നത് അനാവശ്യമാണോ ആവശ്യമാണോ എന്ന് വിശകലനം ചെയ്തിട്ടുള്ളവർ വല്ലവരുണ്ടോ? ആരും ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്തിട്ടുണ്ടോ? അപ്പോൾ മനസ്സിലാക്കാറുണ്ടോ? റേഡിയോ പ്രോഗ്രാം കേൾക്കാറുണ്ടോ? അത് കേട്ടതിൻ്റെ ഫലമാണത്. ആ, ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താ പേര്? കുഞ്ഞു മുഹമ്മദ്. അപ്പോൾ കുഞ്ഞു മുഹമ്മദ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചെലവുകൾ വിശകലനം ചെയ്യാറുണ്ട്. വിശകലനം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഞാനൊന്നും ചെയ്യാറില്ല എന്ന്, അനാവശ്യമായിട്ട് ചെയ്യാറില്ല എന്ന് തോന്നിയിട്ടുണ്ടാവില്ല മുമ്പൊക്കെ. വിശകലനം ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ചെയ്യുന്നുണ്ടെന്ന്. അത് വളരെ സിമ്പിളാണ്. നമ്മളെ ചെലവുകൾ എഴുതി വെക്കുക. ദിവസം
എല്ലാ ചെലവുകളും എഴുതി വെക്കുക. ഡേറ്റ്, ഡിസ്ക്രിപ്ഷൻ, അതായത് ഫുഡ്, സ്കൂൾ ഫീസ്, സിഗരറ്റ്, ഡ്രസ്സ്, സിനിമ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ എഴുതി വെച്ച എമൗണ്ട് എഴുതിയിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അത്യാവശ്യം, ഐച്ഛികം, അനാവശ്യം എന്ന് പറഞ്ഞിട്ട് 3 കോളങ്ങൾ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളൊക്കെ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ചെയ്യില്ല. ജലീൽ മാത്രം പറഞ്ഞു സിഗരറ്റിന് ടെലിഫോണ് ചിലവാക്കാറുണ്ട്. തോമസ് പറഞ്ഞു വല്ലപ്പോഴും മദ്യം ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഇരിക്കുന്ന എല്ലാവരും അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ചെയ്യാറുണ്ട്, നിർബന്ധമല്ലാത്ത ചിലവുകൾ ചെയ്യാറുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എല്ലാ ദിവസവും കുറേയൊക്കെ അനാവശ്യമായതും കുറേയൊക്കെ അത്യാവശ്യമല്ലാത്തതുമായ ചിലവുകൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഉണ്ടായി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണെന്ന് മനസ്സിലാവും. അതിനോടൊപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ എഴുതേണ്ടത് നമ്മൾ 20% എന്ന് പറഞ്ഞ സംഖ്യ എത്രയാണോ, ഞാൻ പ്രതി മാസം ഇത്ര ദർഹം, ഇത് അബുദാബിക്ക് അല്ല സൗദിക്ക് വേണ്ടി എഴുതിയതാണ്, റിയാലല്ല ദർഹം, സമ്പാദിക്കും എന്നും കൂടെ എഴുതി വെക്കുക. അപ്പം അത് നമ്മളെ മനസ്സിൽ അങ്ങനെ കരിങ്കലിൽ കൊത്തിയ പോലെ ഉണ്ടാവും. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നിയന്ത്രിച്ചിട്ടാണ് എൻ്റെ റേഡിയോ പരിപാടി കേൾക്കാറുള്ള എത്രയോ ആളുകൾ, വർഷങ്ങളോളം ഒന്നും ചെയ്യാൻ സാധിക്കാറില്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് സമ്പാദിക്കുവാൻ തുടങ്ങുകയും അവർക്ക് ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ സമ്പാദിച്ച സംഖ്യ നമ്മുടെ കയ്യിൽ വെച്ചാൽ കയ്യിലിരിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ടുണ്ടാവണം. നമ്മുടെ ഒരു NRI അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ NRI അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾ സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സംഖ്യ അയച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അയച്ചുകൊണ്ടിരുന്നാൽ മനസ്സിലാക്കേണ്ടത്, ബാങ്കിലേക്ക് അയക്കുന്ന സംഖ്യ, നമ്മൾ ബാങ്കിലേക്ക് അയക്കുന്ന സംഖ്യ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഡെപ്പോസിറ്റാണ്. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പണം സുരക്ഷിതമായിട്ട് വെക്കലാണ്. ബാങ്കിൽ പണം വെച്ചാൽ കിട്ടുന്ന സംഖ്യ എത്രയാണോ അത് പലിശയാണ്. പലിശ പലരും നമ്മളത് ഉപയോഗിക്കാറില്ല. ഇനി അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തന്നെ മനസ്സിലാക്കേണ്ടത്, ബാങ്കിൽ നിന്ന് കിട്ടുന്നത് നാട്ടിലുണ്ടാവുന്ന മൂല്യശോഷണത്തിൻ്റെ ഭാഗികമായ നഷ്ടപരിഹാരം മാത്രമേ ബാങ്കിൽ നിന്ന് കിട്ടുള്ളൂ. 9% നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മൂല്യശോഷണം 15% കൂടുതലാണ്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ വർഷം പോയി 1 മാസം നിൽക്കാൻ വേണ്ടി ചിലവാക്കിയതിൻ്റെ 20% കൂടുതൽ ചിലവാക്കിയാലേ ഈ മാസം നിൽക്കാൻ പറ്റുള്ളൂ, ഈ വർഷം പോയാൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം 20% പണപ്പെരുപ്പം ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പം അതിൽ കൂടുതൽ കിട്ടുന്ന ആദായ മാർഗമുണ്ടെങ്കിൽ അതിനെ നിക്ഷേപം എന്ന് പറയാൻ പറ്റുള്ളൂ. നിക്ഷേപം നടത്തുന്നതിൻ്റെ ഉദ്ദേശം പണപ്പെരുപ്പത്തേക്കാൾ കൂടുതൽ ആദായം കിട്ടുവാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ നിക്ഷേപം നടത്തുന്നത്. പണപ്പെരുപ്പവും നിക്ഷേപവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പ്രോഗ്രാം കേട്ട ആൾ, ഈ 2 വീടുകളുടെ ചിത്രം കണ്ട ആളുകൾ ആരെങ്കിലും വിചാരിക്കുന്നു ഞാനൊരു വീട് വെക്കാൻ തീരുമാനിച്ചു, എൻ്റെ പിതാവിൻ്റെ വീട് എനിക്ക് അവകാശപ്പെട്ടതാണ്, അത് തരക്കടില്ലാത്ത വീടാണ്, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നതിന് പകരം എന്നെങ്കിലും ഒരു 10-30 വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് പോകുമ്പോൾ ഒരു വീട് വെച്ചാൽ മതി എന്നങ്ങ് തീരുമാനിക്കുകയും ആ വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചൊരു 12.5 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് വിചാരിക്കുക. 30 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ പണപ്പെരുപ്പത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ 12.5 ലക്ഷം 3 കോടി റുപ്യയായി മാറും. അതേ സമയത്ത് വീട് വെക്കാൻ, ഇതേപോലുള്ള വീട് ഇന്ന് ഉദ്ദേശിച്ച വീട് അന്ന് വെക്കാൻ 1,65 ലക്ഷം റുപ്യ വേണം. അപ്പോൾ ആ ഡെപ്പോസിറ്റ് ചെയ്തത് കൊണ്ട് ഒരു വീട് വെക്കുവാനും സാധിക്കും, ബാക്കി വരുന്ന സംഖ്യ കൊണ്ട് ജീവിക്കാനും സാധിക്കും. അതാണ് ഇൻഫ്ലേഷനും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള
വ്യത്യാസം. നിക്ഷേപിക്കാൻ ധാരാളം മാർഗങ്ങൾ നമുക്കുണ്ട്. മ്യൂച്വൽ ഫണ്ട്, ഓഹരി, ചിട്ടി, ഇൻഷുറൻസ്, സ്വർണം, കൃഷി, ഭൂമി, കെട്ടിടം, കച്ചവടം. മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും കുറഞ്ഞ സംഖ്യ കൊണ്ട് ആർക്കും ചെയ്യാവുന്ന നിക്ഷേപമാർഗം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ പൊതുജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് മ്യൂച്വൽ ഫണ്ട്. ചെറിയ സംഖ്യകളായി പണം സ്വരൂപിച്ച് ആ സ്വരൂപിക്കപ്പെട്ട സംഖ്യ വിവിധ മേഖലയിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആദായം നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കുന്ന സംവിധാനത്തെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതിൽ 2 തരത്തിലുള്ള ഫണ്ടുകളുണ്ട്: ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഹാൻഡ്. ക്ലോസ്ഡ് ഹാൻഡ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം നിക്ഷേപിക്കാൻ പറ്റുന്നതും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം തിരിച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. ഓപ്പൺ ഹാൻഡഡ് എന്ന് പറയുന്നത് ഏത് സമയത്തും നിക്ഷേപിക്കുവാനും ഏത് സമയത്തും തിരിച്ചെടുക്കുവാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ വിവിധ തരം ഫണ്ടുകളുണ്ട്. പ്രധാനപ്പെട്ടത് ഓഹരിയിൽ മാത്രം നിക്ഷേപിക്കുന്ന ഈക്വിറ്റി ഫണ്ട്, കടപത്രങ്ങളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഡെറ്റ് ഫണ്ട്, കടപത്രങ്ങളിലും ഓഹരികളിലും രണ്ടിലും കൂടി നിക്ഷേപിക്കുന്ന ബാലൻസ്ഡ് ഫണ്ട്, ശരിയാടിസ്ഥാനത്തിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് നിക്ഷേപിക്കുവാൻ അനുയോജ്യമായ മേഖലയിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടിനെ ശരിയ ഫണ്ട് അല്ലെങ്കിൽ എത്തിക്കൽ ഫണ്ട് എന്ന് പറയും. ഇതിൽ തന്നെ പല ഓപ്ഷനുകളുണ്ട്. ഗ്രോത്ത് ഓപ്ഷൻ, നമ്മൾ നിക്ഷേപിക്കുന്ന സംഖ്യ വളർന്നുകൊണ്ടിരിക്കുന്നതിന് ഗ്രോത്ത് ഓപ്ഷൻ എന്ന് പറയും. ലാഭവിഹിതം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നതിന് ഡിവിഡൻഡ് ഓപ്ഷൻ എന്ന് പറയും. ആ ഡിവിഡൻഡ് ഓരോ സമയത്തും പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അഡീഷണൽ യൂണിറ്റ് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നതിന് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്നും പറയും. ഇത്തരം നിക്ഷേപം നടത്തുവാൻ ചില സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. ഒന്ന്, പാൻ കാർഡ് വേണം, അനുയോജ്യമായ ബാങ്ക് അക്കൗണ്ട് വേണം, നമ്മൾ ഇവിടെ ജീവിക്കുന്നു എന്നതിന് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സോട് കൂടിയിട്ടുള്ളത് വേണം. പാൻ കാർഡ് എടുക്കുവാൻ വേണ്ടത് പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വിസയുടെയും പേജ്, വെളുത്ത ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അഡ്രസ് പ്രൂഫിന് വേണ്ടി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ, നാട്ടിലെ NRI അക്കൗണ്ടിൻ്റെയോ ഇവിടെയുള്ള ദർഹം അക്കൗണ്ടിൻ്റെയോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ പാൻ കാർഡ് എടുക്കാൻ സാധിക്കും. ഒരു മാസം 4000 ഉറുപ്പികയിൽ കൂടാത്ത സംഖ്യയ്ക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പാൻ കാർഡ് ഇല്ലാതെ തന്നെ ചെയ്യുവാൻ സാധിക്കും. 4000-ൽ കൂടുതലാണ് ചെയ്യുന്നതെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിക്ഷേപം നടത്തുവാൻ KYC എന്നൊരു സംവിധാനത്തിന് പാൻ കാർഡിൻ്റെ കോപ്പി, പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, അഡ്രസ് പ്രൂഫ് എങ്ങനെ ഒരു കാര്യം നൽകിക്കഴിഞ്ഞാൽ ഒരു സംവിധാനം എന്നാണ് അതിന് പറയുക. KYC, നോ യുവർ ക്ലയൻറ്റ് എന്നുള്ളത്. അതിനുള്ള സംവിധാനം ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അത് എന്നേക്കുമുള്ളതായി. മ്യൂച്വൽ ഫണ്ടിൻ്റെ വില NAV എന്ന പേരിലാണ് അറിയപ്പെടുക. NAV എന്ന് പറയുന്നത് ടോട്ടൽ ആസ്തിയുടെ അറ്റ മൂല്യത്തെ ടോട്ടൽ അവരുടെ കയ്യിലുള്ള യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് NAV. ഉദാഹരണമായിട്ട് 1,00,000 ഉറുപ്പികയുടെ 10 രൂപ വിലയുള്ള വിലയുള്ള 10,000 യൂണിറ്റാണ് ഉള്ളതെങ്കിൽ അത് നിക്ഷേപിച്ചു. അത് നിക്ഷേപിച്ചപ്പോൾ അതിൻ്റെ വില വർദ്ധിച്ചു, അത് 2,00,000 എന്ന് വിചാരിക്കുക. 2,00,000 ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ NAV 20 എന്ന് പറയും. അതാണ് NAV എന്ന് പറയുന്നത്. ചില ഫണ്ടുകൾക്ക് നമ്മൾ ചേരുമ്പോൾ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ ചാർജ് ചെയ്യാറുണ്ട്. അതിന് എൻട്രി ലോഡ് എന്ന് പറയും. അതുപോലെ തിരിച്ചെടുക്കുമ്പോൾ ചിലത് ചാർജ് ചെയ്യാറുണ്ട്, അതിന് എക്സിറ്റ് ലോഡ്. ഇപ്പോൾ എൻട്രി ലോഡ് ഇല്ല നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ. എക്സിറ്റ് ലോഡ് ഉണ്ടാവുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ളത് മുൻകൂട്ടി എടുക്കുകയാണെങ്കിൽ എക്സിറ്റ് ലോഡ് വരും, അല്ലെങ്കിൽ അതും ഇല്ല എന്ന് മനസ്സിലാക്കണം. ചോദ്യം പിന്നീട്. ചില മ്യൂച്വൽ ഫണ്ടുകൾ 10 വർഷം മുമ്പ് 1,00,000 റിലയൻസ് ഗ്രോത്തിൽ
HDFC ടോപ്പ് 200 ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫണ്ടിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഏകദേശം 8 ലക്ഷം ഉറുപ്പിക ആയിട്ടുണ്ട് 10 വർഷം കൊണ്ട്. എല്ലാ മാസവും ഒരു നിശ്ചയ സംഖ്യ നമ്മൾ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ വളരും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ശരാശരി 15% റിട്ടേൺ കിട്ടുന്ന വിധത്തിൽ എല്ലാ മാസവും 1000 ഉറുപ്പിക ഒരാൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 10 വർഷം നിക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോൾ 1,20,000 ഉറുപ്പിക നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് 10 വർഷം കഴിയുമ്പോൾ 2,78,000 ഉറുപ്പികയാവുന്നു. അതേസമയം 20 വർഷം ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് നിക്ഷേപം വരുന്നതെങ്കിലും 2,40,000 നിക്ഷേപം വരുന്നതെങ്കിലും അത് 2,78,000 ഇരട്ടിയല്ല വരുന്നത്, അതിനേക്കാൾ വളരെ കൂടുതൽ 15 ലക്ഷമായി മാറുന്നു. 30 ലക്ഷമാണ് ആവുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ 10 വർഷം കിട്ടിയതിൻ്റെ 3 ഇരട്ടിയല്ല ആവുന്നതെങ്കിൽ അല്ല ആവുന്നത്, അതിനേക്കാൾ വളരെ കൂടുതൽ സംഭവിക്കുന്നു, 70 ലക്ഷമായി മാറുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പലരും ഇവിടെ 30 വർഷത്തിൽ കൂടുതലായവരാ. നമ്മൾ വന്ന കാലം മുതൽ ഏതെങ്കിലും ഒരു വ്യക്തി 1000 ഉറുപ്പിക എങ്കിലും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ 30 വർഷം കഴിഞ്ഞപ്പോൾ ഇത്ര കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇതിനും പുറമെ 10,000 ഉറുപ്പിക ഇന്ത്യയിലെ ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ കഴിഞ്ഞ 10 വർഷം നിക്ഷേപിച്ചപ്പോൾ ഏവറേജ് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് എഷ്വേർഡ് റിട്ടേൺ അല്ല, ഏവറേജ് റിട്ടേൺ ആണ്. ചില വർഷങ്ങളിൽ കൂടുതലുണ്ടായിരുന്നു, ചില വർഷം കുറവാണ്. ഏവറേജ് 26% മുതൽ 21% വരെ കിട്ടിയിട്ടുള്ളത്. ആദ്യം പറഞ്ഞ നമ്പർ 1 റിലയൻസ് ഗ്രോത്തിൽ കഴിഞ്ഞ 10 വർഷം 10,000 ഉറുപ്പിക വെച്ച് 12 ലക്ഷം ഉറുപ്പിക ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അത് 5 ഇരട്ടിയായി 60 ലക്ഷം ഉറുപ്പികയായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഏറ്റവും കുറഞ്ഞ 10 10ാമത്തേത് നോക്കിക്കഴിഞ്ഞാൽ ഏവറേജ് 21% റിട്ടേൺ കിട്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ 12 ലക്ഷം 43 ലക്ഷം ഉറുപ്പികയായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തിൽ പറഞ്ഞത്, നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു നിശ്ചയ സംഖ്യ എല്ലാ മാസവും മാറ്റിവെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഖ്യയുടെ ഏകദേശം 4 ഇരട്ടിയോ ചിലപ്പോൾ അതിൽ കൂടുതലോ ചിലപ്പോൾ അതിൽ സ്വല്പം കുറവോ കിട്ടുവാനുള്ള സാധ്യത ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇത് പലിശ അല്ലാത്തത് കൊണ്ട് ഗ്യാരണ്ടീഡായി ഇത്ര കിട്ടും എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓഹരിയിൽ നിക്ഷേപിക്കുവാനും അവസരങ്ങളുണ്ട്. 1000 ഉറുപ്പിക മുതൽ മുകളിലേക്ക് നിക്ഷേപിക്കാനുള്ള അവസരമാണ് മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ പറഞ്ഞത്. എത്ര വേണമെങ്കിലും ചെയ്യാം. ഓഹരിയിൽ നിക്ഷേപിക്കാൻ ഒരു 10,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ തന്നെ തുടങ്ങുവാൻ സാധിക്കും. ലാഭവിഹിതം, മൂല്യവർദ്ധനവ്, ബോണസ് എന്നീ നേട്ടങ്ങളാണ് അതിൽ നിന്ന് ലഭിക്കുക. അതിനും പാൻ കാർഡ് വേണം. ഓഹരികൾ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കൽ നിർബന്ധമായതുകൊണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കണം. ഓഹരി ബ്രോക്കർ മുഖേന വാങ്ങിക്കുവാനുള്ള സംവിധാനമായ ട്രേഡിംഗ് അക്കൗണ്ട് വേണം. NRE അക്കൗണ്ടോ NRO അക്കൗണ്ടും അതിനോടൊപ്പം വേണം. അതിനോടൊപ്പം ബാങ്കിൽ PIS അക്കൗണ്ട്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക അക്കൗണ്ടും ഉണ്ടായിരിക്കണം. ഈ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ അയക്കുക. ഓഹരി വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ അക്കൗണ്ടിൽ നിന്ന് പൈസ ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് പോവും. വിറ്റാൽ ബ്രോക്കറുടെ അക്കൗണ്ടിൽ നിന്ന് വിറ്റ സംഖ്യ ഈ PIS അക്കൗണ്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. 1 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓഹരി വിൽക്കുകയാണെങ്കിൽ അതിന് യാതൊരു ടാക്സും നൽകേണ്ടതില്ല. 1 വർഷം കഴിയുന്നതിന് മുമ്പ് ഓഹരി വാങ്ങിച്ചു വിറ്റാൽ, മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചു വിറ്റാൽ അതിൽ നിന്നുള്ള ആദായത്തിൻ്റെ മുകളിൽ 15% ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭയം പാടില്ല, അത്യാഗ്രഹം പാടില്ല, ക്ഷമ വേണം. നഷ്ടം വരുത്താനല്ല നിക്ഷേപിങ്ങൾ എന്ന് ഓർത്തിരിക്കണം. അത് ഓഹരിയിലായാലും സ്വർണത്തിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും ഭൂമിയിലായാലും ചുക്കിലായാലും കുരുമുളകിലായാലും എന്താ നമ്മൾ നിക്ഷേപിക്കുന്നത് ലാഭം ലഭിക്കാനാണ്. ലാഭം കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കാൻ ക്ഷമ വേണം. ഓഹരി കമ്പോളത്തിൻ്റെ ഒരു പ്രത്യേകത, ചുക്കിന് വില കുറഞ്ഞാൽ ചുക്ക് വാങ്ങിച്ചു വെച്ചവർക്ക് നഷ്ടപ്പെട്ടു എന്ന് ആരും പറയാറില്ല.
സ്വർണത്തിന് വില ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. 200-ൽ പരം ഗ്രാമിന് വില വന്നത് 185 വന്നപ്പോൾ സ്വർണത്തിൽ നഷ്ടം വന്നു എന്ന് ആരും പറയാറില്ല. അതേസമയം 21,000 ഇൻഡെക്സ് വന്നിട്ട് 21,000 16,000 വന്നാൽ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പത്രത്തിൽ വരിക. ഇങ്ങനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മേടിച്ച കമ്മോഡിറ്റി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. നഷ്ടം നമ്മൾ അനുഭവിക്കുമ്പോഴേ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പാടുള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അത് ഓഹരിക്കും പ്രായോഗികമാക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, മാർക്കറ്റിനെ പറ്റി സ്വയം പഠിക്കാൻ ശ്രമിക്കുക. ബോണസ് റെക്കോർഡുള്ള, ഡിവിഡൻഡ് റെക്കോർഡുള്ള, ഉയർന്ന ബുക്ക് വാല്യൂ ഉള്ള, കൂടിയ EPS-ഉം കുറഞ്ഞ PE റേഷ്യോയും ഉള്ള, ഉൽപ്പന്ന വിപണിയും ബ്രാൻഡ് മൂല്യവും ഉള്ള കമ്പനികളെയാണ് നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഓഹരി ഇൻഡെക്സിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. പലർക്കുമുള്ളൊരു സംശയം, എന്താണ് ഇൻഡെക്സ് എന്നാണ് സംശയം. ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സ്, നിഫ്റ്റി എന്ന പ്രധാന 2 ഇൻഡെക്സുകളാണ് നാട്ടിലുള്ളത്. 1979 ഏപ്രിൽ 30 പ്രധാന ഓഹരികളുടെ അടിസ്ഥാന വില 100 എന്ന് കണക്കാക്കി അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നൽകുന്ന ഒരു സൂചികയാണ്, അളവുകോലാണ് സെൻസെക്സ്. ഇന്ന് 16,000-ൽ പരമാണ് ഇന്നത്തെ സെൻസെക്സ്. അതേസമയം നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള 50 പ്രധാന കമ്പനികളുടെ വില 1996-ൽ 100 എന്ന് കണക്കാക്കി അതിനടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ പറയുന്ന സംഖ്യയാണ് നിഫ്റ്റി എന്നറിയപ്പെടുന്നത്. ഓഹരി കമ്പോളത്തിൻ്റെ മൂവ്മെൻ്റ് ഇങ്ങനെയാണ്. ബോളിൽ എത്ര ശക്തിയായി നിലത്തടിക്കുന്നോ അത്ര ശക്തിയായിട്ട് മുകളിലേക്ക് പോകും എന്ന് പറയാറുള്ളത് പോലെ എത്ര താഴോട്ട് പോയോ അത്രയും ശക്തിയായി മുകളിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. 1986-ൽ 2000 ഉണ്ടായിരുന്ന സെൻസെക്സ് ആണ് 2008-ൽ 21,000 എത്തിയതും അതേ വർഷം 8,000-ലേക്ക് കൂപ്പുകുത്തിയതും വീണ്ടും 17,000 16,000 വരെ വീണ്ടും ഇപ്പോൾ എത്തിയിട്ടുള്ളതും. ഇൻഷുറൻസ് പദ്ധതികൾ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ, ലൈഫ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ഇങ്ങനെ പലതുമുണ്ട്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിക്ഷേപിക്കുന്ന സംഖ്യ ഒരു ഭാഗം ഇൻഷുറൻസിന് ഉപയോഗിക്കുകയും ബാക്കിയുള്ളത് ഓഹരി കമ്പോളത്തിലും മറ്റും നിക്ഷേപിച്ച് അതിന് പ്രതിഫലം ലഭിക്കുന്നതും ആണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഇന്ന് രാവിലെ എന്നെ സമീപിച്ച ഒരു വ്യക്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൻ്റെ ഒരു പദ്ധതിയുടെ കടലാസുമായിട്ടാണ് എന്നെ സമീപിച്ചത്. അദ്ദേഹത്തിനെ സമീപിച്ച ഏജൻറ്റ് അതിന് 25% കമ്മീഷൻ ഉണ്ട് എന്ന് പറയാതെ അദ്ദേഹത്തിനെ ചേർത്തുകയും അദ്ദേഹത്തിന് പോളിസി ഡോക്യുമെൻ്റ് കിട്ടിയപ്പോൾ 25% ചേർന്ന സംഖ്യയിൽ നിന്ന് കുറഞ്ഞതായി കാണുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഏജൻറ്റുമാരോട് എത്രയാണ് കമ്മീഷൻ എന്നെല്ലാം അന്വേഷിക്കുക. വായ കൊണ്ട് പറയുന്നതല്ല, അവർ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഫോം പരിപൂർണമായി ഫില്ല് ചെയ്തതിന് ശേഷമേ നമ്മൾ ഒപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒപ്പിട്ട് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ചു വെക്കുകയും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുകയും നമ്മൾ ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ പലപ്പോഴും അവർ അത് ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഫില്ല് ചെയ്യുക സാധാരണ പതിവാണ്. അതിനുള്ള കാര്യങ്ങൾ വായ കൊണ്ട് പറയുന്നത് വിശ്വസിക്കാതെ അവരുടെ ബ്രോഷറിലുള്ള കാര്യം മാത്രം വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുന്നു എന്ന് പറയുന്നതും വിശ്വസിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ലൈഫ് ഇൻഷുറൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കൽ നല്ലതാണ്. ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും നിക്ഷേപമല്ല എന്ന് മനസ്സിലാക്കണം. LICയുടെ പോളിസി എടുത്തവർ ധാരാളം ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് 10 വർഷ പോളിസിക്ക് 3 മാസം മുതൽ അടക്കുന്നുണ്ടെങ്കിൽ 40 ഇൻസ്റ്റാൾമെൻ്റാണ് നിങ്ങൾ അടക്കുന്നത്. 40 ഇൻറ്റു ഇപ്പോൾ അടക്കുന്ന സംഖ്യയും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ നിങ്ങളുടെ പോളിസി എത്രയാണോ അതിനോട് അത്യാവശ്യം സാമീപ്യമുള്ള ഒരു സംഖ്യയായിരിക്കും കാണുക. ആ സംഖ്യ
SIP ചെയ്താൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച സംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ വളരെ തുച്ഛമായിട്ട് കാണും. അത് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ SIP ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ഇല്ല, ഇതിൽ ഇൻഷുറൻസ് കവറേജ് തരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം 30%, 25% ഇൻഷുറൻസിൽ ഇത് വരുന്ന കമ്മീഷൻ ചാർജ് ചെയ്യുന്ന പോളിസികൾ ഉള്ളപ്പോൾ തന്നെ HDFCയുടെ ഒരു ചിൽഡ്രൻസ് പ്ലാനുണ്ട്. അതിന് വെറും 7%, 4% ആദ്യത്തെ 8 വർഷം ചാർജ് ചെയ്യുന്നത്, പിന്നീട് 1% ചാർജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പോളിസികളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സ്വർണത്തിന് വേണ്ടി ധാരാളം പണം നമ്മൾ ചെലവാക്കാറുണ്ട്. സ്വർണം പലരും വാങ്ങിച്ചു വെക്കുന്നത് ആഭരണങ്ങളായിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരികളാണ്, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. 5 പവനിൽ കൂടുതൽ സ്വർണം ധരിച്ചിട്ടുള്ള സഹോദരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുക. ഇപ്പോൾ 5 പവനിൽ കൂടുതൽ ധരിച്ചിട്ടുള്ള 3 സഹോദരികളാണുള്ളത്. അതേസമയം ഈ സഹോദരികളുടെ കയ്യിൽ ഒരു പക്ഷേ അബുദാബിയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഒരു 100 പവനെങ്കിലും ഉണ്ടാവും. മാത്രമല്ല, ഇവരുടെ പെൺമക്കള് സ്വർണത്തിന് പകരം പ്ലാസ്റ്റിക്കോ ചെമ്പോ കയറോ ഇതൊക്കെ ആയിരിക്കും ധരിക്കുന്നത്. ആഭരണം ധരിക്കുന്ന സ്വഭാവം വളരെ കുറവാണ്. എങ്കിൽ തന്നെ നമ്മളെല്ലാവരും സ്വർണം മേടിച്ചു ശേഖരിക്കുന്നു. 1980-ലാണ് നമ്മൾ ജീവിച്ച കാലത്ത് സ്വർണത്തിന് ഏറ്റവും കൂടുതൽ വിലയുണ്ടായ ഒരു കാലം. അന്ന് വാറുണ്ടായ കാലം. ഇവിടെയുള്ള പലർക്കും ഓർക്കുന്നുണ്ടായിരിക്കും. വാറുണ്ടായ സമയത്ത് സ്വർണത്തിൻ്റെ വില വളരെ ഉയർന്നു. പിന്നീട് 1982 മുതൽ 2006 വരെ ഏവറേജ് സ്വർണത്തിൻ്റെ വില ഇവിടെ ഉണ്ടായിരുന്നത് 35 ദിർഹമാണ് ഗ്രാമിന്. അന്ന് സ്വർണ്ണക്കടകളിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സ്വർണത്തിൻ്റെ വില കൂടുന്നു വിചാരിച്ച് ആരും മേടിച്ചു വെച്ചിരുന്നില്ല. സ്വർണത്തിൻ്റെ വില ഗ്രാമിന് 200 ആയപ്പോൾ സ്വർണ്ണക്കടയിൽ ലുലുവിലുണ്ടായതിനേക്കാൾ കൂടുതൽ തിരക്കാണ് സ്വർണ്ണക്കടയിൽ. ലുലുവിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടാകും ലുലുവിലുള്ള സ്വർണ്ണക്കടയിൽ. ഇതാണ് സംഭവം. അപ്പോൾ വില കൂടിയപ്പോൾ വീണ്ടും വില കൂടും എന്ന് പ്രതീക്ഷയിൽ വാങ്ങിച്ചു കൂട്ടുന്നു. അങ്ങനെ വാങ്ങിച്ചു കൂട്ടുമ്പോഴും പലരും വാങ്ങിക്കുന്നത് ആഭരണമായിട്ടാണ്. ആഭരണമായിട്ട് വാങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചു കൊടുക്കുമ്പോൾ ആ പണിക്കൂലി നമുക്ക് നഷ്ടം വരുന്നു. പണിക്കൂലി നഷ്ടപ്പെട്ടിട്ട് ഏത് സ്വർണ്ണക്കടക്കാരനും ഞങ്ങളെ കടയിൽ നിന്ന് വാങ്ങിച്ചതിന് അപ്പോഴത്തെ വില കൃത്യമായിട്ട് തരാമെന്ന് പറഞ്ഞാലും പണിക്കൂലി ചേർക്കാതെ ആ സ്വർണത്തിനുള്ള അപ്പോഴത്തെ മൂല്യമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കണം. 25% പണിക്കൂലി വന്നിട്ടുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ വില 25% കൂടിയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ കൊണ്ടുപോയി വിറ്റാൽ നമ്മൾ മേടിച്ച വില തന്നെ കിട്ടാൻ പോകുന്നുള്ളൂ. അതേസമയം കോയിൻസോ ബാറോ ഒക്കെ ആയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ യഥാർത്ഥത്തിലുള്ള ഉയർച്ച നമുക്ക് കാണുവാൻ സാധിക്കും. അതിനും പുറമെ സ്വർണം കടലാസ് രൂപത്തിൽ വാങ്ങിച്ചു വെക്കാനുള്ള സൗകര്യമുണ്ട്. ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും. 1 ഗ്രാം പോലും സ്വർണം വാങ്ങിക്കാം. അങ്ങനെ ആകുമ്പോൾ പണിക്കൂലി വരുന്നില്ല. സ്വർണം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഇല്ല. ഇപ്പോൾ നമ്മുടെ സഹോദരികളൊക്കെ ഇവിടെ ഇരിക്കുന്നത് 100 പവനിൽ കൂടുതൽ സ്വർണം ബാങ്ക് ലോക്കറിൽ വെച്ച് സുരക്ഷിതമായിട്ട് സമാധാനത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുവരെ നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യമാരുടെ സ്വർണം കൊണ്ടുപോയിട്ട് ലോക്കറിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും വളരെ സമാധാനത്തിലാണ്. ഇനി ഈ നിമിഷം മുതൽ സമാധാനത്തോടു കൂടി ഇരിക്കരുത്. കാരണം നിങ്ങൾ കൊണ്ടുവച്ച 1 കിലോ സ്വർണമാണെങ്കിലും അതിൽ കൂടുതലാണെങ്കിലും ബാങ്ക് തരുന്ന ഇൻഷുറൻസ് കവറേജ് 1 ലക്ഷം രൂപയാണ്. നമ്മൾ അടുത്തുള്ള ബാങ്കുകൾ കൊള്ള ചെയ്ത അനുഭവങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ കൊള്ള ചെയ്യപ്പെട്ടാൽ ബാങ്ക് നമുക്ക് 1 ലക്ഷം തന്നിട്ട് ഇതാണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് തരും. നമ്മൾ ഡയമണ്ട് സ്റ്റഡഡ് ആയിട്ടുള്ള ഓരോന്നിനും ലക്ഷോപലക്ഷം വിലയുള്ളതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അത് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളും ഇവിടെ ഇരിക്കുന്ന സഹോദരികളും ഇനി സമാധാനത്തിൽ ഇരിക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് പ്രതിവിധി നിർദ്ദേശിക്കുകയാണ്.
സ്വർണം നിങ്ങൾ ലോക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോക്കർ ഒരു ജനറൽ ഇൻഷുറൻസ് പോളിസി എടുക്കുക. ഒരു 10 ലക്ഷം ഉറുപ്പിയുടെ സ്വർണം ഉണ്ടെങ്കിൽ ഒരു 15 ലക്ഷം ഉറുപ്പിയുടെ ഒരു ചെറിയ സംഖ്യയെ വരുള്ളൂ, ഒരു ഇൻഷുറൻസ് കവറേജ് എടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ആ സംഖ്യ കിട്ടും. മാത്രമല്ല, ഇനിമേലിൽ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ സമാധാനക്കുറവോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് ബ്ലഡ് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി ചിലവാക്കുന്ന മരുന്നിൻ്റെ പൈസയും ലാഭിക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം കൂടെ ഓർക്കേണ്ടത്, കേരളത്തിൽ 3 കോടി 30 ലക്ഷം ജനങ്ങളിലുള്ളത് 65 ലക്ഷം സ്ത്രീകളാണ്. ഈ 65 ലക്ഷം സ്ത്രീകളിൽ 30 ലക്ഷത്തിൻ്റെ കയ്യിൽ 50 പവൻ സ്വർണം ഉണ്ടെന്ന് കണക്കാക്കുക. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ആ സ്വർണത്തിൻ്റെ തൂക്കം 1200 ടണ്ണാണ്. അതിന് എത്ര ട്രക്ക് വേണമെന്ന് കണക്ക് കൂട്ടുക. അതിൻ്റെ ഇപ്പോഴത്തെ വില വെച്ച് കണക്ക് കൂട്ടിയാൽ 2 കോടി 52 ലക്ഷം 2,52,000 കോടി റുപ്യയാണ് വേണ്ടത്. അതിൻ്റെ ഇന്നത്തെ വില 2,52,000 കോടി ഉറുപ്പികയാണ് അതിന് വരുന്ന ബിൽ. അതിൻ്റെ വില KMCC ആയതുകൊണ്ട് ഒരു പ്രധാന കാര്യം സൂചിപ്പിക്കുകയാണ്. കേരളത്തിലെ ജനസംഖ്യയിൽ 25% മുസ്ലിംസാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ 1/4 നമുക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് 2.5% സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ 1575 കോടി വേണ്ടി വരും. അങ്ങനെ 1575 കോടി നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചാരിറ്റി പരിപാടി ഒന്നും ആവശ്യമില്ല. കേരളത്തിൽ ഒറ്റ കുടുംബം പട്ടിണി കിടക്കില്ല, ഒറ്റ കുടുംബം വീടില്ലാത്തവരുണ്ടാവില്ല, പട്ടിണി കിടക്കുന്ന രോഗിയായിട്ടുള്ള മരുന്ന് മേടിക്കാൻ കഴിയാത്ത ഒരൊറ്റ കുടുംബം ഉണ്ടാവില്ല. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് സ്വർണത്തിൻ്റെ ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. 1976 എൻ്റെ വിവാഹം നടന്നത്. അന്ന് 500 റുപ്യയായിരുന്നു സ്വർണത്തിൻ്റെ വില, ഒരു പവൻ്റെ വില. 500 റുപ്യ, ഒരു പവൻ്റെ വില ആയിട്ടുള്ള 500 റുപ്യ അന്ന് നല്ലൊരു നിക്ഷേപമാക്കി മാറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ 2012 30,000 റുപ്യ ലഭിക്കുമായിരുന്നു. ആ 30,000 റുപ്യക്ക് പകരം അന്ന് എൻ്റെ വൈഫിൻ്റെ കയ്യിലുള്ള ഒരു വള കൊണ്ടുപോയിട്ട് കൊടുത്താൽ ഇപ്പം എനിക്ക് കിട്ടുന്നത് 21,000 റുപ്യയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്വർണത്തിന് ഇത്ര വില കൂടിയിട്ടും നിക്ഷേപത്തിനോടൊപ്പം സ്വർണം എത്തുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. കൃഷി ഏറ്റവും അനുയോജ്യമായതാണ്. പക്ഷെ കൃഷിഭൂമിക്ക് വളരെ വില വർധനവ് ഉണ്ടായതുകൊണ്ട് ഒരിക്കലും ഇന്ന് കേരളത്തിൽ കൃഷിഭൂമി വിലക്ക് വാങ്ങി ചെയ്താൽ ലാഭകരമാവില്ല. കുറവുള്ള സംസ്ഥാനം കേരളമായതുകൊണ്ട് ഭൂമിയുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിൽ പോയി ജീവിക്കുവാൻ വേണ്ടി, നാട്ടിൽ പോയി ജീവിക്കാൻ ഒരു കൃത്യമായ വരുമാനം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ ഭൂമി വാങ്ങിച്ചിട്ടുകൊണ്ട് പ്രയോജനമില്ല. ഭൂമി വിറ്റ് പണം മേടിച്ചാൽ മാത്രമേ അത് ഉപയോഗപ്പെടുള്ളൂ. ചെറിയ ഭൂമിയിൽ നിന്ന് കാര്യമായ ലാഭം ലഭിക്കില്ല, വരുമാനം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക. കച്ചവടം നല്ലതാണ്. ധാരാളം അവസരങ്ങൾ കേരളത്തിലുണ്ട്. ഉമ്മയുടെ മുലപ്പാലും നമ്മൾ ശ്വസിക്കുന്ന വായുവും ഒഴികെ മറ്റുള്ളതെല്ലാം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയും അത് ഉപഭോഗം ചെയ്യുകയും ചെയ്യുന്ന പ്രവാസികളായ കേരളീയർ ആയതുകൊണ്ട് കേരളത്തിൽ എന്തും ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും, എന്തും കച്ചവടം ചെയ്യുവാൻ സാധിക്കും. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ധാരാളം സാധ്യതകളുണ്ട്. സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, രേഖാമൂലം, സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തോടെ, അമിത അത്യാഗ്രഹം ഇല്ലാതെ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടുകളെല്ലാം വെച്ചുകൊണ്ട് നല്ല നിലയ്ക്ക് ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ എനിക്ക് നിക്ഷേപങ്ങളെപ്പറ്റി പറയാനുള്ളതെല്ലാം ഈ സദസ്സിനെ ഞാൻ അറിയിച്ചു.
ഇനി നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് ഏതെല്ലാം മേഖലയിൽ നിക്ഷേപിക്കാം എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ തീരുമാനിക്കുക. അനുയോജ്യമായ മേഖലകൾ കണ്ടെത്തുക. നിങ്ങൾ പറഞ്ഞ 20% എന്ന 20% കൃത്യമായി നിക്ഷേപിക്കുവാൻ സഹായിക്കുക. എന്നെ സംബന്ധിച്ച് എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകുവാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് ഇനി 10 മിനിറ്റും കൂടെ ഉണ്ട്. സംഘാടകർ 180 മിനിറ്റാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. 2:40 തുടങ്ങിയത്. ഇനി 8 മിനിറ്റും കൂടെ ഉണ്ട്. അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ ഇതുവരെ ശ്രവിച്ച ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം മിതവ്യയശീലം ജീവിത രീതി ആക്കുമെന്നും അനാവശ്യമായതും നിർബന്ധമല്ലാത്തതുമായ ചെലവുകൾ ചെയ്യുകയില്ലെന്നും എനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും 20% എല്ലാ മാസവും എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുമെന്നും പ്രസ്തുത സമ്പാദ്യം എല്ലാ മാസവും ഉപകാരപ്രദമായ നിക്ഷേപമാക്കി മാറ്റുമെന്നും അതിൽ നിന്ന് അർഹരായവർക്ക് ദാനധർമ്മങ്ങൾ നൽകുമെന്നും ഈ സദസ്സിനെ സാക്ഷിയായി ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. എല്ലാവർക്കും ഇരിക്കാം. ഈ പ്രോഗ്രാം ശ്രവിച്ച എല്ലാവർക്കും നാളെ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക സൗകര്യത്തോടെ ജീവിക്കുവാൻ അവസരം ഉണ്ടാവട്ടെ എന്നും എല്ലാവർക്കും എല്ലാവിധ നന്മയും വരട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരായ KMCC അബുദാബി തിരുരങ്ങാടി കമ്മിറ്റിയുടെ എന്നെ ക്ഷണിച്ച് ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ അവർ എന്നെ കൊണ്ടൊരു പരിപാടി നടത്തിച്ചു എന്നല്ല ഞാൻ കാണുന്നത്. എൻ്റെ ദൗത്യം നിർവഹിക്കാൻ ഒരു അവസരം തന്നു എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് അതിനൊരു അവസരം തന്ന ഈ കമ്മിറ്റിക്ക് എൻ്റെ ഹൃദയംഗമായ നല്ല ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരു ജീവിത ലക്ഷ്യം എന്ന നിലയിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക ബോധവൽക്കരണ യത്നത്തിന് അള്ളാഹുവിൻ്റെ സഹായവും പ്രതിഫലവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാവരോടും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ഇനി എൻ്റെ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 05064678001 kvshams@gmail.com. അതുകൂടാതെ ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫോറത്തിൻ്റെ അവസാന ഭാഗം ഫില്ലപ്പ് ചെയ്ത് സംഘാടകരെ ഏൽപ്പിക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇനി 7 മിനിറ്റ് ഉണ്ട്. ആ 7 മിനിറ്റ് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം. ഷംസുക്ക ചെയ്യുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ്. കുറേ ആളുകൾ പേഴ്സണലായിട്ട് ചിലവ് ചുരുക്കണ കാര്യങ്ങൾ അതേമാതിരി തന്നെ അവരുടെ ലൈഫിൽ വരണ. ഐ റിയലി അപ്രീഷിയേറ്റ് വാട്ട് യു ആർ ഡൂയിങ്. സെയിം ടൈമിൽ മൈ എക്സ്പീരിയൻസ് ഐ വാണ്ട് ടു ഷെയർ വിത്ത് ദി ഓഡിയൻസ്. ഐ നെവർ റെക്കമെൻഡ് ടു ഇൻവെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, ഷെയർ ഓർ ചിട്ടി. Other all, this is my experience. Okay. More than 5 crore. Okay. I can prove you if you want. Okay. എന്ത് പേര്? ഫൈസൽ. ഫൈസലിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഓഹരിയിലോ ഷെയറിലോ നിക്ഷേപിക്കരുത്, മറ്റുള്ളതെല്ലാം നിക്ഷേപിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഫൈസൽ എത്ര വർഷമായി നിക്ഷേപം തുടങ്ങിയിട്ട്? 7 years. അദ്ദേഹം 7 years അതന്നെ 7 years നിക്ഷേപം നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഓഹരിയിലും ഷെയറിലും നിക്ഷേപിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഓരോരുത്തർക്കും ഒരു കാര്യം പറയുകയാണെങ്കിൽ, ആനയെ അന്ധൻ തൊട്ടിട്ട് ആനയുടെ രൂപം വ്യത്യസ്തമാണെന്ന് പറയുന്നത് പോലെ ഓഹരി കമ്പോളത്തെ പറ്റിയിട്ടും പലരും പലതരത്തിലാണ് പറയുക. ഉദാഹരണമായിട്ട് ഞാൻ ഖത്തറിൽ പോയപ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടു, ഫിലിപ്പോസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം 1982 ഏഷ്യൻ പെയിൻറ്റിൽ 100 ഷെയറും റിലയൻസിൽ 200 ഷെയറും അപ്ലൈ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അതിൻ്റെ മൂല്യം 51 ലക്ഷം ഉറുപ്പികയായിട്ടുണ്ട്. ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് 13,500-ഉം
2400 വേണം. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഭൂമിയിലെ സ്വർണ്ണഖനി എന്നല്ല, ഡയമണ്ട് ഖനിയായിട്ടാണ് അദ്ദേഹം പറയുക. അതേസമയം ഇവിടെ ധാരാളം ആളുകൾ പല കമ്പനികളും ഫ്ലോട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് പണം പിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പണം പിരിച്ചു പോയവർ പറയുക ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല, ചെയ്യരുത് എന്നാ പറയുക. അതേസമയം കണ്ണൂർ എയർപോർട്ടിൻ്റെ ഷെയർ വാങ്ങിക്കണം എന്ന് ഇപ്പോഴും എന്നോട് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അവർ അതിൽ നിക്ഷേപിക്കുന്നു. ആ നിക്ഷേപിച്ചാൽ 15 വർഷം കഴിഞ്ഞാലേ എങ്ങനെ കണക്ക് കൂട്ടിയാലും അവർക്ക് ലാഭവിഹിതം കൊടുക്കാൻ സാധിക്കുള്ളൂ. അതും കണ്ണടച്ച് ചെയ്യുന്നു. ഓഹരി കമ്പോളത്തിൽ 2008 മുമ്പ് 21,000 ഇൻഡെക്സ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള കാലത്ത് നിക്ഷേപിച്ച ആളുകൾ വൺ ടൈം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമേ സംഭവിക്കൂ. കാരണം അന്നത്തേനേക്കാൾ വളരെ താഴ്ന്നാണ് ഇരിക്കുന്നത്. അപ്പം വിവിധ ഘട്ടങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ കാണാൻ. ഞാൻ 1976 മുതൽ ഓഹരി കമ്പോളത്തിലും മറ്റുള്ള എല്ലാ മേഖലയിലും നിക്ഷേപിക്കുന്നതാണ്. അതേസമയം എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഉള്ളത്. കാരണം ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് അഭിപ്രായമുള്ളത്. HDFC യങ്, അതെ, ആ HDFC യങ് ഇസ്ലാമികമായി ഇതിൽ പലിശ ഉണ്ടോ, പലിശയിൽ താല്പര്യമില്ല. അതെ, അയ്യൂബ് ചോദിച്ച ചോദ്യം. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇന്ത്യയിൽ 2 മ്യൂച്വൽ ഫണ്ടുണ്ട്. ശരിയ ഫണ്ട് എന്ന് പറയുന്ന ടോറസ് എത്തിക്കൽ ഫണ്ട്. നമ്മൾ ചോദിക്കേണ്ടത് പലിശ ഇല്ലാത്തതെന്ന് മാത്രം ചോദിച്ചാൽ പോരാ. പലിശ ഇല്ലാത്തതാണെങ്കിലും ഇസ്ലാമിക ദൃഷ്ടിയിൽ അനുവദനീയമല്ലാത്ത ധാരാളം നിക്ഷേപങ്ങളുണ്ട്. കള്ള് കമ്പനിയിൽ നിക്ഷേപിക്കാൻ പറ്റില്ല, ടുബാക്കോ കമ്പനിയിൽ നിക്ഷേപിക്കാൻ പറ്റില്ല, ഹോട്ടലിൽ നിക്ഷേപിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറേ പറ്റാത്ത കമ്പനികൾ. ഇതിനെല്ലാം ഒഴിച്ച് അനുവദനീയമായ കമ്പനികൾ മാത്രം നിക്ഷേപിക്കുന്നതാണ് ശരിയ ഫണ്ട് എന്ന് പറയുന്നത്. ടോറസ് എത്തിക്കൽ ഫണ്ടും അതുപോലെ തന്നെ ടാറ്റ എത്തിക്കൽ ഫണ്ടും ഇസ്ലാമികമായി അനുവദനീയമായ കമ്പനികൾ മാത്രം നിക്ഷേപിക്കുന്നതാണത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇസ്ലാമിക് അല്ലെങ്കിൽ ശരിയ ഇൻഡെക്സിൽ വരുന്ന കമ്പനികളുടെ ലിസ്റ്റുണ്ട്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നവർ, അങ്ങനെ നിക്ഷേപിക്കണമെന്ന് താല്പര്യമുള്ളവർ അങ്ങനെയുള്ള ഇൻഡെക്സിൽ വരുന്ന കമ്പനികൾ മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അതെ, ടോറസ് എത്തിക്കൽ ഫണ്ട് 3 വർഷം ആയിട്ടുള്ളൂ വന്നിട്ട് ഏകദേശം 12% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ടാറ്റ എത്തിക്കൽ ഫണ്ട് 15% ഒക്കെ കൊടുത്തിട്ടുണ്ട്. സാറിൻ്റെ റേഡിയോ പരിപാടികൾ വളരെ പ്രയോജനപ്പെടുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ സാർ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത് ബ്ലൂ ചിപ്പ് ഓഹരികളെ പറ്റിയാണ്. സാറ് നല്ല വളർച്ചാ സാധ്യതയുള്ള ഓഹരികളെ പറ്റി പറഞ്ഞാൽ, അതായത് റബ്ബില, ABT, അതിനെപ്പറ്റി ആഴ്ചയിൽ നല്ല പറഞ്ഞിട്ട് പറഞ്ഞാൽ അതുപോലെ. അതെ, എന്താണെന്നറിയോ, ഞാൻ സാധാരണ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളതാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളതിൽ ഇപ്പം താങ്കളുടെ അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ തോമസ് ചോദിച്ച ചോദ്യം, ചെറിയ പല കമ്പനികളുണ്ട്, അതിനെപ്പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും ഉയർന്ന ബ്ലൂ ചിപ്പ് കമ്പനികളെ പറ്റിയാണ് പറയാറുള്ളതെന്നാണ് പറഞ്ഞത്. അത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു പബ്ലിക്കിനോട് പറയുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളതേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം അത് ആത്മവിശ്വാസം. ഇപ്പോൾ ഇൻഫോസിസിനെ പറ്റി പറഞ്ഞാൽ നാളെ കുറഞ്ഞാലും അത് തിരിച്ചു വരും എന്നുള്ള ഉറപ്പുണ്ട്. അതേസമയത്ത് മറ്റൊരു സാധാരണ കമ്പനികളെ പറ്റി പറയുമ്പോൾ ആ തരത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. മിഡ് ക്യാപ് കമ്പനികൾ തന്നെ നല്ലതുണ്ട്. അപ്പം അതുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു കൊടുക്കും. സമയമില്ലേ? എന്തായാലും വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ സമയം ഞാനിവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് ചോദിക്കാം.